കാണാനുള്ള ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? കണ്ടാരെങ്കിലും വേണ്ടപ്പ ചോദിക്കണ്ട. കാരണം മുത്തുനബിയെ സ്വപ്നം കണ്ടെങ്കിൽ അത് മറച്ചു വെക്കലാണ് ഏറ്റവും നല്ലത്. മുത്തുനബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് മറച്ചു വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. കാരണം മുത്തുനബിയെ കണ്ടാൽ കണ്ടതാ, വേറെ ആരും വരൂല. സ്വപ്നം ശൈത്താനൊന്നും വരൂല. പ്രവാചകന്റെ രൂപത്തിൽ ഇബ്ലീസ് വരാറില്ല. കണ്ടതാ, കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന്. അവിടെ വേറെ ഒന്നിനും ചാൻസ് ഇല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ശറഫാക്കപ്പെട്ട മുഖം കൺകുളിർമയായിട്ട് കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരു ഉവൈസ് അസ്ഹരി എന്ന മനുഷ്യൻ നൂറെ മദീന എന്ന ഒരു ചാനൽ തുടങ്ങി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഒരുപാട് എന്തെല്ലാം ഓഫറുകൾ പറഞ്ഞ് അദ്ദേഹം പറ്റിച്ചതാണ്. അത് നിങ്ങൾ കേൾക്കണം. ഇപ്പം വിളിക്കണ്ട, 5:30 കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഇപ്പോഴേ ഇങ്ങനെ വിളിച്ചോട് നോക്കിയിരിക്കുക എല്ലാവരും, കിട്ടുമെന്ന് വെച്ചിട്ട്. 5:30 കഴിഞ്ഞിട്ട് സമയമായിട്ടില്ലുമ്മ, 5:30 കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മതി. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഇന്ന് 313 രൂപ തരും. പിന്നെ സ്വർണ്ണക്കോയിൻ ഉണ്ടാവും, പിന്നെ ഖുർആൻ സ്വർണ്ണക്കോയിൻ ഉണ്ടാവും. പിന്നെ ഒരു സമ്മാനം എന്താണ് ഉസ്താദ് നമ്മൾ കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടാൻ 5 ലിറ്റർ സംസം വെള്ളത്തിന്റെ എനിക്ക് കുറെ കൊണ്ടുവരാൻ പറ്റും. കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓരോ സമ്മാനങ്ങൾ നമ്മുടെ മജ്‌ലിസിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. എന്തിനാണിത്? ഇത് നിങ്ങൾ ഈ മജ്‌ലിസിൽ ആത്മാർത്ഥമായി ഇരുന്ന് ചെല്ലാൻ വേണ്ടിയാണ്. അല്ലാതെ ഇങ്ങനെ വിളിച്ച് സമ്മാനത്തിന് വേണ്ടി വിളിച്ചിരിക്കാൻ വേണ്ടി അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഫ്രീ ആയിട്ട് ഒരു ഉംറയ്ക്ക് അവസരം തരുന്നു. എന്തിനാ അത്? നിങ്ങൾ മുടങ്ങാതെ ഈ മജ്‌ലിസിൽ നിയത്ത് വെച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞാൻ ചെല്ലുന്നത് അദ്കാറുകൾ ചെല്ലാൻ വേണ്ടിയാണ്. എങ്കിലേ ഈ സമ്മാനം ഉള്ളൂ. പിന്നെ എടുക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് രാവിലെ ഞാൻ ഒരു ദിക്ർ ചെല്ലാൻ പറഞ്ഞു. ആ ദിക്ർ 1000 പ്രാവശ്യം ചെല്ലിയവർക്കേ ഉള്ളൂ സമ്മാനം. അത് ശ്രദ്ധിക്കണം. കേട്ടല്ലോ സഹോദരന്മാരെ, ഇദ്ദേഹത്തിൻ്റെ എന്തെല്ലാം ഓഫറുകളാണ്. ഉംറ ഓഫറും പിന്നെ സ്വർണത്തിൻ്റെ കോയിനും പണവും ഇതെല്ലാം ഇതിൻ്റെ ബാക്കിൽ പോകാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. സ്ത്രീകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് നിരന്തരം വിളിക്കരുത് എന്ന് പറഞ്ഞാൽ വിളിക്കണം എന്നാണ്. അതിൻ്റെ സെറ്റപ്പിലല്ലേ ഇദ്ദേഹം തുടങ്ങിയത്. അവസാനം ഇദ്ദേഹത്തിന് അസുഖമായി, സ്വപ്നം കണ്ടത് വൈറലായി, അതിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ട്രോളാൻ തുടങ്ങി. എന്തെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളാണ്, കള്ളത്തരമാണ്. ജനങ്ങളെ വഞ്ചിക്കാൻ, അവരെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. ഇതിന് മുമ്പ് ചെയ്ത മജ്‌ലിസിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അതിൽ നിന്ന് അവരുടെ ഓരോരുത്തരുടെ പ്രയോഗങ്ങളും ഇദ്ദേഹം കൈവശമാക്കി അതിനെ പഠിച്ച് എല്ലാവരുടേതും അല്പം എടുത്ത് ഒരു സെറ്റിംഗ് തുടങ്ങിയതാണ്, ഒരു മജ്‌ലിസ് തുടങ്ങിയതാണ്. അവസാനം സുഖമില്ലാതെ കിടന്നു. ഇപ്പോൾ ഒരു താത്തയാണ് വന്നത്, സാബിറ താത്ത. ആ താത്തക്കും സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം 12 പ്രാവശ്യം അലമുസ്സലാത്ത് ഓതിയത് കൊണ്ട് എനിക്ക് സ്വപ്നം കണ്ടു എന്നാണ് ഈ താത്ത പറയുന്നത്. അതൊന്ന് നിങ്ങൾ കേൾക്കണം. ഒരുപാട് മൊയ്ലാമാർ വരെ പറഞ്ഞിക്ക് നബീന അങ്ങനെ സ്വപ്നം കാണൂല, വലിയ പണ്ഡിതന്മാരാ കാണുള്ളൂ, എല്ലാവരും കാണും, ഞാൻ വരെ കണ്ടിക്ക്. അള്ളമിസ്സലാത്തില്ലേ, വെള്ളിയാഴ്ച ഉച്ചക്ക് 12 വട്ടം ഇരുന്ന് ചൊല്ലിയാൽ നബീനെ സ്വപ്നം കാണും. എനിക്ക് തടിയും കൽബും വൃത്തിയില്ലെങ്കിൽ കണ്ട ഫലം സമ്പാദിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ കണ്ടതാണ് മക്കളെ, ഞാൻ ചൊല്ലിയതാണ് 12 വട്ടം. അത് അള്ളമിസ്സലാത്ത് ചെല്ലുന്നവർക്കറിയാം, 3-4 പേജ് കടലാസ് ഉണ്ടത്. വെള്ളിയാഴ്ച ഉച്ചക്ക് അത് 12 വട്ടം ഞാൻ ചൊല്ലിയിട്ടാണ് ഞാൻ നബീനെ സ്വപ്നം കണ്ടത്. അതുപോലെ ആ ഉസ്താദ് വേറൊരാള് പറയുന്നു, പിന്നെ അങ്ങനെ നബീനെ സ്വപ്നം കാണൂല, നല്ല പണ്ഡിതന്മാരെ കാണുള്ളൂ എന്ന് പറയുന്ന ആളെ ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? നിങ്ങൾ യൂട്യൂബിൽ കണ്ടതാണ്. ഞാൻ മൊബൈൽ ഷോപ്പിൽ പിന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി പോരും, ആ മൊബൈൽ ഷോപ്പിലെ ഉടമസ്ഥനും കാണുന്നു അയാളെ വയല് അങ്ങനെ കാണൂല. എന്നിട്ട് അവരും പറഞ്ഞ് അങ്ങനെ അത് മഹാ തെറ്റവർ പറഞ്ഞ് അങ്ങനെ. ബഹുമാനമുള്ളവരെ, സ്വപ്നം കണ്ടാൽ, ഏത് സ്വപ്നം കണ്ടാലും, സ്വപ്നമെന്ന് പറഞ്ഞാൽ അത് നല്ലതും കാണും
ഭയമുള്ളതും കാണും, ഏത് രീതിയിലുള്ള സ്വപ്നം വേണമെങ്കിലും കാണും. എന്ത് കണ്ടാലും നമ്മൾ പറയേണ്ടത് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ കൊണ്ട് പറയണം. ഏറ്റവും അടുത്തുള്ള ഒരാളെ പറയണം. നമുക്ക് ഏറ്റവും അടുത്താരാണ്? നമ്മുടെ ഭാര്യ, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവ്, അതില്ലാത്തവർ യുവാക്കളാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ. അത്രേ ഉള്ളൂ. ഇത് ലോകം കേൾക്കത്തക്ക വിധം അതിനെ സോഷ്യൽ മീഡിയയിൽ വിടേണ്ടതല്ല. അതും മുത്തുനബിയുടെ സ്വപ്നം കണ്ടു എന്ന് പറയൽ വളരെ അത് ശരിയായ കാര്യമല്ല, സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമല്ല. കണ്ടെങ്കിൽ കാണട്ടെ, കണ്ടില്ലെങ്കിൽ കാണാതിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇതിൽ സ്വപ്നം കണ്ടു എന്ന് ഇതിന് പരസ്യമായി പറയേണ്ടതില്ല. പരസ്യമായി പറയുന്നതിന് വേണ്ടിയാണ് അവിടെ അദ്ദേഹത്തിനുണ്ടായ അനുഭവം ഉവൈസ് അസ്ഹരിക്ക്. അത് കണ്ട് എല്ലാവരും പഠിക്കണം. ഒന്നാമത് സ്വപ്നത്തിനെ വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ, പിന്നെ ജനങ്ങളെ പറ്റിച്ചതിൻ്റെ പേരിൽ, ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഓഫറുകൾ പറഞ്ഞതിന്, ജനങ്ങൾ ആശിക്കുന്ന ഈ ആശ ജനങ്ങൾക്കുണ്ടല്ലോ, വല്ലാത്തൊരു ആശയാണ്. അതെല്ലാം ഇത്രയും ഒരു നിഅമത്തുള്ള കേരളത്തിൽ ഇത്രയും ഒരു ജനങ്ങൾ പൊട്ടന്മാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വിഷമമുണ്ടാക്കുന്നത്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഇത്രക്കാരാളെ ബാക്കിൽ നിങ്ങൾ പോകുന്നല്ലോ. അതേപോലെ ഈ നൂറെ ഹബീബ്, ഇതെല്ലാം നിങ്ങൾ പോകേണ്ടതാണ്. നിങ്ങൾക്കൊരു അഭിമാനമില്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിശ്വാസമില്ലേ? ഈ ദുനിയാവിൽ കഴിയാൻ വേണ്ടി ഇത്രയെല്ലാം ആരുടെ ബാക്കിൽ പോകണോ? ആവശ്യമില്ല. പോകാത്തവരും ഇവിടെ കഴിയുന്നുണ്ട് എന്ന് അത്ര നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലേ? അനുഭവമില്ലേ? ആരുടെ ബാക്കിൽ പോകാത്ത അവർ ജോലി ചെയ്തും കൊണ്ട്, ഇബാദത്ത് ചെയ്തും കൊണ്ട്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നവരില്ലേ? കഷ്ടപ്പെടുന്നവരില്ലേ? പിന്നെ എന്തിനാണ് എന്തെങ്കിലും ഒരു കോയിന് കിട്ടുന്നോ എന്ന് പോയി ഉംറ വീസ കിട്ടുന്നോ, ഉംറ ടൂറിന് കൂട്ടിക്കൊണ്ട് പോകുന്ന ഓഫറുണ്ടെന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളുടെ ബാക്കിൽ പോകുന്നത്? ഒരുപാട് ജനങ്ങൾ സ്കീമുകൾ തുടങ്ങി അതിൻ്റെ ബാക്കിൽ പോകുന്നു. സ്ത്രീകൾ, മഹിളാമാർ പോകുന്നു, ഉസ്താദന്മാരാണ് പെട്ടുപോകുന്നത്. സ്കീമുകൾ എന്ന് പറഞ്ഞാൽ പച്ച ഹറാമാണത്. ഒരുപാട് ആൾക്കാരെ കൊതിപ്പിച്ച് ഏതെങ്കിലും ഒരു പേരെടുത്ത് അദ്ദേഹത്തിനൊരു കാറോ വണ്ടിയോ വീടോ കൊടുക്കാം. അത് കൊടുക്കുന്നത് അവൻ്റെ കുടുംബത്തിന് മാത്രമാണ്. ഇത്ര തട്ടിപ്പുകളുടെ ബാക്കിൽ പോകുന്നവർ സ്ത്രീകളും ഉസ്താദന്മാരാണ്. കാരണം ജോലി ചെയ്യുന്നവർക്കും അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്കും ഇതിന് സമയമില്ല, അതിൽ വിശ്വാസവുമില്ല, അതിന് പണം ഇറക്കാനുമില്ല. നമുക്ക് ഇറക്കുന്നെങ്കിൽ ഇവിടെ അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. വെറുതെ കളയുന്നതിന് ആരെങ്കിലും ഇറക്കാൻ പോകുമോ? സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഉചിതമായി കിട്ടിയ പണമാണ് ഭർത്താവ് അയക്കുന്നത്. അതിൽ നിന്ന് കട്ടുവെച്ച് ഇത്ര കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഉസ്താദന്മാർക്ക് പറയണ്ട, അവർക്ക് കിട്ടുന്നതെല്ലാം ഉചിതമാണ്. ഈ വിദ്യാഭ്യാസം കിട്ടിയതും മദ്രസ പഠിത്തം കിട്ടിയതും അതുപോലെ ദർസ് പഠിത്തവും കോളേജ് പഠിത്തവും കിതാബുകളും തലപ്പാവും എല്ലാം ഉചിതമായി കിട്ടിയത്. അതുകൊണ്ട് ആ പണത്തിനെ കൊണ്ട് അവിടെ ഇട്ട് നിരന്തരം ഫ്രീ ആയി കഴിയാൻ നോക്കുന്നതും ജോലി ചെയ്യാതെ ജീവിക്കാൻ നോക്കുന്നതും ഇത്തരക്കാരുടെ ബാക്കിൽ പോകുന്ന സ്ത്രീകൾ വല്ലാത്തൊരവസ്ഥ തന്നെ. അതുകൊണ്ട് ഈ താത്ത വന്നതും വളരെ ഒരു വൈറലായി എന്തെങ്കിലും കഞ്ഞി കുടിക്കുന്നിടത്ത് ബിരിയാണി കഴിക്കണമെന്നുള്ള ഒരു പൂതിയോടെ വന്നതാണ്. നല്ലപോലെ വൈറൽ ചെയ്തോളൂ. ഈ സ്ത്രീയും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.